നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ രംഗം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ 2 ഉദാഹരണങ്ങളാണ് ഈ വീഡിയോ. ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രൈവറ്റ് കമ്പനി സൂപ്പർസോണിക് റാംജെറ്റ് എഞ്ചിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. രണ്ടാമത്തേത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഒരു സാങ്കേതിക വിദ്യ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെ യുദ്ധവിമാനങ്ങളിലെ ക്രൂ മെമ്പേഴ്സിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഈ 2 കണ്ടുപിടുത്തങ്ങളുടെയും വിശദാംശങ്ങൾ പരിശോധിക്കാം. പ്രതിരോധ രംഗത്ത് സ്വകാര്യ സംരംഭങ്ങൾക്ക് കൂടി അവസരം നൽകുക, എങ്കിൽ മാത്രമേ ഇന്ത്യൻ പ്രതിരോധ രംഗം മെച്ചപ്പെടുകയുള്ളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ സൈനിക രംഗത്തെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഇന്ത്യൻ പ്രതിരോധ രംഗത്തേക്ക് കടന്നു വന്ന അനേകം സംരംഭങ്ങളിൽ ഒന്നായിരുന്നു ബംഗളൂരു ബേസ്ഡ് കമ്പനിയായ ഹൈപ്രിക്സ്. 2024 ജൂണിൽ മാത്രം രൂപം കൊണ്ട ഒരു സ്റ്റാർട്ടപ്പായിരുന്നു ഇത്. ദേവ്മല്യ ബിസ്വാസ് എന്നും ദിവ്യാൻഷു മാൻഡോവറെ എന്നും പേരുള്ള 2 യുവ സംരംഭകരുടെ ഒരു ചെറിയ കാൽവയ്പായിരുന്നു ഈ സംരംഭം. പതിവ് പോലെ തന്നെ എല്ലാ കോണുകളിൽ നിന്നും സംശയങ്ങളും പരിഹാസങ്ങളും തന്നെയാണ് ഇവരെയും വരവേറ്റത്. പക്ഷേ വെറും 5 മാസം കൊണ്ടാണ് ടെസ് എന്ന് നാമകരണം ചെയ്ത സൂപ്പർസോണിക് റാംജെറ്റ് എഞ്ചിൻ ഇവർ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് കമ്പനി നിർമ്മിക്കുന്ന ആദ്യത്തെ സൂപ്പർസോണിക് റാംജെറ്റ് എഞ്ചിനാണിത്. ഏതൊരു യുവ സംരംഭകരും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർക്കും വെല്ലുവിളിയായിരുന്നത്. സർക്കാർ ഗ്രാൻറ്റുകൾ തന്നെയായിരുന്നു ഏക ആശ്വാസം. ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ മറ്റൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ സാധാരണ ഉപയോഗിക്കുന്ന സോളിഡ് ഫ്യൂവലിനേക്കാൾ 3-4 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. 4 മാക്സ് സ്പീഡ് വരെ, അതായത് ശബ്ദത്തിൻ്റെ 4 ഇരട്ടി വേഗത വരെ ഈ എഞ്ചിന് കൈവരിക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും തലമുറ സൂപ്പർസോണിക് മിസൈലുകൾക്കൊക്കെ വേണ്ടി ഫോറിൻ എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയും. റാംജെറ്റ് എഞ്ചിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടാൻ ഈ കമ്പനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കിറ M1 എന്ന പേരിലുള്ള ഒരു 155 mm റാംജെറ്റ് പ്രൊപ്പൽഡ് എക്സ്റ്റൻഡഡ് റേഞ്ച് ആർട്ടിലറി ഷെല്ലും കൂടി ഇവർ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. പരമ്പരാഗത ആർട്ടിലറി ഷെല്ലുകൾക്ക് പുറമെയാണ് എഞ്ചിൻ പ്രൊപ്പൽഡ് ആർട്ടിലറി ഷെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഇത് ഗൈഡഡ് ബോംബുകളുടെയും ബങ്കർ ബസ്റ്ററുകളുടെയും ഒക്കെ വിഭാഗത്തിൽ പെടും. നിലവിൽ ഇത്തരത്തിലുള്ള 3 ലക്ഷം ഷെല്ലുകളാണ് ഓരോ വർഷവും ഇന്ത്യ നിർമ്മിച്ചു വരുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ആവശ്യകത ഓരോ വർഷവും 18 ലക്ഷം ഷെല്ലുകൾ വരെയൊക്കെയായി ഉയരും. ഇവിടെയാണ് ഈ കമ്പനി ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രാധാന്യവും. പിന്നെ മറ്റൊരു കാര്യമെന്നുള്ളത്, ഇത്തരത്തിൽ ഷെല്ലുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയും ഇന്ത്യയിൽ നിലവിലില്ല എന്നുള്ളതാണ്. ബോയിങ്, റെയ്ത്തോൺ, നമ്മോ എന്നീ 3 കമ്പനികളാണ് ഇത്തരത്തിൽ ഷെല്ലുകൾ നിർമ്മിക്കുന്ന പ്രധാന ഗ്ലോബൽ ജയൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗൈഡഡ് സൂപ്പർസോണിക് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ സ്വപ്ന പദ്ധതി. ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ അടുത്ത ചുവടുവയ്പ്. സാധാരണ യുദ്ധവിമാനങ്ങളിലെ ക്രൂ മെമ്പേഴ്സിന് വേണ്ടി സിലിണ്ടറിൽ നിറച്ച ലിക്വിഡ് ഓക്സിജൻ ഉപയോഗിക്കാറാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുക. എന്നാൽ നമ്മൾ ഈ മേഖലയിലും സ്വയം പര്യാപ്തത നേടിയിരിക്കുകയാണ്. DRDOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലാബറട്ടറിയാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തേജസ് എയർക്രാഫ്റ്റിലായിരുന്നു ഇതിൻ്റെ വിജയകരമായ പരീക്ഷണം. 50,000 അടി മുകളിൽ വെച്ച് പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കും ഈ വിമാനത്തെ വിധേയമാക്കി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെയും എയറോനോട്ടിക്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെയും മേൽനോട്ടത്തിലായിരുന്നു വിവിധ പരീക്ഷണങ്ങളും നടന്നത്. വിമാനം ഏത് തരത്തിലുള്ള ചടുലമായ നീക്കത്തിന് വിധേയമായാലും അതിലെ ക്രൂ മെമ്പേഴ്സിന് ആവശ്യാനുസരണം ഓക്സിജൻ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ പരീക്ഷണങ്ങൾ. പരീക്ഷണം വിജയിച്ചതോടെ ഈ മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തത നേടി. ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ L&Tയും ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. L&T യുദ്ധവിമാന നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തകൾക്ക് പുറമെയാണിത്. ആത്മനിർഭർ ഭാരതിലൂടെ വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.